അടുത്തേക്ക് വരികയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവസാനം നന്ദമഹാരാജാവിന് പേടിയായി. കാരണം എന്താണ്, ഇത്രയും വലിയ പാമ്പ് തന്നെ ഇങ്ങനെ വിഴുങ്ങാൻ വന്നപ്പോൾ നന്ദമഹാരാജാവ് ഉറക്കനെ വിളിച്ച് കരഞ്ഞൂന്ന്. കണ്ണാ ഓടി വരൂ, എവിടെയാണ് നീ, എൻ്റെ ഉണ്ണി എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഉറക്ക കണ്ണനെ വിളിച്ച് കരയാണ്. കാരണം എന്താണ്, അദ്ദേഹത്തിന് എന്നും താങ്ങും തണലുമായിട്ട് വരുന്നത് തൻ്റെ ഉണ്ണി തന്നെയാണ്. അങ്ങനെ കണ്ണാ കണ്ണാ എന്ന് വിളിച്ചിട്ട് ഉറക്ക കരയാണ്. അവസാനം അദ്ദേഹം ബോധരഹിതനായിട്ട് വീഴാണ്. പേടിച്ചിട്ട് അവസാനം ആ നദീതീരത്ത് അങ്ങനെ ബോധമില്ലാണ്ട് വീഴാണ്. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു വിളി കേട്ടതോടുകൂടി ഉണ്ണിക്കണ്ണൻ എവിടുന്നാന്നറിയില്ല ഓടിയെത്താണ്. എന്നിട്ട് തൻ്റെ ആ ഒരു കാലുകൾ കൊണ്ട് സർപ്പത്തിൻ്റെ ശിരസിൽ ചവിട്ടിയതോടുകൂടി ആ രാക്ഷസ ശരീരം ഉപേക്ഷിച്ചിട്ട് അതിസുന്ദരനായിട്ടുള്ള ഒരു ദേവനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ നാഗം എന്നുള്ളത് ഒരു ദേവനായിരുന്നു. വിദ്യാധരൻ എന്നു പേരുള്ള ഒരു ദേവനാണത്രേ ആ ഒരു